രാഹുൽ തരംഗം അസ്തമിച്ചു എന്ന് വീമ്പ് പറഞ്ഞവർക്കൊക്കെ മികച്ച തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ കാലുകുത്താൻ പോലും സമ്മതിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയവരുടെ മുന്നിൽ വീണ്ടും ഒരു വട്ടം കൂടി നെഞ്ചും വിരിച്ച് ഇറങ്ങുകയാണ് മാങ്കൂട്ടം. രാഹുൽ തരംഗം ഇപ്പോഴും പാലക്കാടിന്റെ മണ്ണിൽ അലയടിക്കുന്നുണ്ട്. ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന നഗരസഭകളിൽ ഒന്നായിരുന്നു പാലക്കാട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന നഗരസഭയിൽ 52 വാർഡുകളിലെ അന്തിമ ഫലം വന്നപ്പോൾ BJP 27 സീറ്റുകൾ വിജയിച്ചപ്പോൾ കോൺഗ്രസ് 15 സീറ്റുകളും നേടി. കേരളം മുഴുവൻ ഉറ്റുനോക്കിയ പാലക്കാട് നഗരസഭയിലെ പ്രധാനപ്പെട്ട വാർഡായിരുന്നു കുന്നത്തൂർ മേട് നോർത്ത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം വാർഡാണ് കുന്നത്തൂർ മേട് നോർത്ത്. ഈ നിർണായക വാർഡിൽ UDF സ്ഥാനാർത്ഥി പ്രശോഭ് M 397 വോട്ടുകൾ നേടി വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. പ്രിയ നേതാവിനെതിരെ പല കോണുകളിൽ നിന്നും കരിവായിൽ തേക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടും ജനങ്ങൾ രാഹുലിനും കോൺഗ്രസിനും അനുകൂലമായി വിധി എഴുതിയതിന്റെ വ്യക്തമായ തെളിവാണ് ഈ വിജയം. രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ ഉണ്ടായിട്ട് പോലും അദ്ദേഹം പ്രവർത്തകർക്ക് വേണ്ടി പ്രചാരണ പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്നു. രാഹുൽ വോട്ട് ചെയ്ത അതേ വാർഡ് UDF നിലനിർത്തുക മാത്രമല്ല, രാഹുലിനെതിരെ ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കെല്ലാം മറുപടി നൽകുന്ന വിധത്തിൽ പ്രശോഭ് M വിജയം കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തു. രാഹുൽ തരംഗമാണ് ഈ വിജയത്തിന്റെ നിർണായക ഘടകം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്നു വന്ന 2 കേസുകളിലും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷം ഒളിവ് ജീവിതം അവസാനിപ്പിച്ച പാലക്കാടെത്തി വോട്ട് രേഖപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ BJPക്ക് തുടർച്ചയായിട്ട് 3ാം തവണയും ഭരണം നിലനിർത്താൻ കഴിഞ്ഞു എന്ന വാർത്ത പുറത്തു വരുമ്പോഴും UDFനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ പ്രകടനമാണ് പാലക്കാട് കാഴ്ചവെക്കാൻ സാധിച്ചത്. നഗരസഭയിലെ പല വാർഡുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. രാഹുലിന്റെ ജാമ്യം റദ്ദാക്കാൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ജനവിധി രാഹുൽ മാങ്കൂട്ടത്തിന് തരംഗം പാലക്കാട് നഗരസഭയിൽ നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവ് തന്നു. BJP ഭരണം കൈയാളിയെങ്കിലും യുവത്വത്തിനും കോൺഗ്രസിനും അനുകൂലമായ ശക്തമായ പ്രതിരോധം തീർക്കുവാൻ പാലക്കാട് നഗരസഭയിൽ UDFന് കഴിഞ്ഞിരുന്നു. 52 വാർഡുകളിലേക്കുള്ള നഗരസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റുകൾ കുറവാഞ്ഞിട്ടും BJP 25 സീറ്റുകൾ നേടി നഗരസഭ ഭരിക്കും. കഴിഞ്ഞ കൗൺസിലിൽ BJPക്ക് 28 സീറ്റുകൾ ഉണ്ടായിരുന്നു. 2015-ൽ അവർ ആദ്യമായി അധികാരത്തിൽ വന്ന കാലത്ത് 24 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. വിജയിച്ച നേതാക്കന്മാരെല്ലാവരും രാഹുലിനെ കാണാൻ ഓടിയെത്തിയ കാഴ്ചയെ നമ്മൾ കണ്ടിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഞാൻ ഇതിനകത്താകെ പറയാനായിട്ടുള്ളത്, ജനം വളരെ പ്രബുദ്ധരാണ്. നമ്മൾ അവർ യഥാർത്ഥ കാര്യങ്ങൾ കേൾക്കരുതെന്ന് പറഞ്ഞ് എത്ര മറ്റൊച്ചകൾ വെച്ചാലും അവർ കേൾക്കേണ്ട കാര്യങ്ങൾ അവർ കേൾക്കും. അവർ യഥാർത്ഥത്തിൽ കാണേണ്ട കാഴ്ചയെ നമ്മൾ എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ച് വേറെ എന്തെല്ലാം കാഴ്ചകൾ സമ്മാനിച്ചാലും അവർ കാണേണ്ട കാഴ്ചകൾ തന്നെ അവർ കാണും. എന്നിട്ട് അവർക്ക് തീരുമാനം എടുക്കാൻ അറിയാം, അവർ തീരുമാനം എടുക്കും. ജനങ്ങളുടെ തരംഗമാണ്, ജനങ്ങൾക്കറിയാൻ തീരുമാനം.